രുചികരമായ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ? അതിനായി 2 ചെറിയ സുഗുണായുടെ ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ നാരങ്ങ നീര് എന്നിവ ചേർക്കുക. ഇതെല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിക്കാം. ഈ സമയം ബിരിയാണി ഉണ്ടാക്കുന്നതിനായി 5 സവോള അരിഞ്ഞു വെച്ചതാണിത്. ഇതിൽ 2 സവോള ഫ്രൈ ചെയ്യാനായി എടുക്കാം. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലിലേക്ക് മുമ്പേ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. സവോള ഗോൾഡൻ കളർ ആകാൻ തുടങ്ങുമ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. ബ്രൗൺ കളർ ആകുമ്പോൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ബിരിയാണി ഉണ്ടാക്കുന്നതിനായി 5 കപ്പ് ബസ്മതി റൈസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നന്നായി കഴുകി അരമണിക്കൂർ കുതിർക്കാനിടുക. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കാഷ്യൂനട്ടും കിസ്മിസും വറുത്തു കോരുക. ചിക്കൻ ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സ്പൈസസ് നമുക്ക് എടുത്തു വയ്ക്കാം. അതിനായി 2 പീസ് കറുവാപ്പട്ട, 4 ഗ്രാമ്പു, 2 ഏലക്ക ചെറുതായി പൊട്ടിയത്, 1 തക്കോലം ബേ ലീഫ്. ഇവ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ആ എണ്ണയിലേക്ക് ഇടുക. മീഡിയം ഫ്ലെയിമിൽ 10-15 സെക്കൻഡ് ഒന്ന് ഫ്രൈ ചെയ്യുക. ഇതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞത് ചേർക്കുക. ഒന്ന് നന്നായി ഇളക്കുക. ഇതിലേക്ക് നമ്മൾ മുമ്പേ അരിഞ്ഞു വെച്ചിരുന്ന 3 സവോള ചേർക്കുക. ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുക. ഇളക്കുക. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് ഇളക്കുക. മീഡിയം ഫ്ലെയിമിൽ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എന്നിവയിട്ട് 2 മിനിറ്റ് ഇളക്കുക. എല്ലാം ഒന്ന് നന്നായി യോജിപ്പിച്ചെടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്ന ചിക്കൻ ഇടുക. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് 1 കപ്പ് നല്ല ചൂടുവെള്ളം ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. പത്ത് 15 മിനിറ്റ് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. ഇനി ഈ സമയത്ത് അരി വേവിച്ചെടുക്കാം. 5 കപ്പ് അരിയാണ് ഞാൻ അതിനായി എടുത്തിരിക്കുന്നത്. 5 കപ്പ് അരിക്ക് 7.5 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതായത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം. ഇതിലേക്ക് ബേ ലീഫ് 1 കറുവാപ്പട്ട 1 പീസ്, ഗ്രാമ്പൂ 4, ഏലക്ക 2 ചെറുതായി ഒന്ന് പൊട്ടിച്ചിടുക. 1 ടീസ്പൂൺ നാരങ്ങ നീര് ചേർക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സവോളയിൽ നിന്ന് 1 ടീസ്പൂൺ ഇടുക. 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. വെള്ളം തിളയ്ക്കുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഈ സമയം ചിക്കൻ പാതി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത സവോളയുടെ പകുതി ഇടുക.
ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക. ഇപ്പം വെള്ളം തിളച്ചിരിക്കുന്നു. ഇതിലേക്ക് വെള്ളം കളഞ്ഞു വെച്ച അരി ഇടുക. ഇത് അടച്ചു വെച്ച് വേവിക്കുക. തിളയ്ക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് 1-2 മിനിറ്റിന് ശേഷം നിർത്തുക. വെള്ളം പറ്റുമ്പോഴേ തീ ഓഫ് ചെയ്യുക. ചിക്കൻ ലോ ഫ്ലെയിമിലാക്കിയതിനു ശേഷം നന്നായി ഇളക്കുക. അല്പം ഗ്രേവി ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ കുറച്ച് നല്ലവണ്ണം തിളച്ച വെള്ളം ആഡ് ചെയ്യുക. ഈ സമയത്ത് നമുക്ക് പുതിനയിലയും മല്ലിയിലയും ചേർക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ അതില്ലായിരുന്നുകൊണ്ട് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ചിക്കൻ്റെ മുകളിലേക്ക് വേവിച്ച് വെച്ച റൈസ് ഇടുക. അധികം പ്രസ് ചെയ്യരുത്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ മുമ്പേ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന നട്ട്സും കിസ്മിസും ഇടുക. ബിരിയാണിക്ക് മഞ്ഞ കളർ കിട്ടാൻ മഞ്ഞൾപ്പൊടി പാലിൽ മിക്സ് ചെയ്ത് ചേർക്കുക. മുമ്പേ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ബാക്കി സവോള ഇതിലേക്ക് ആഡ് ചെയ്യുക. ചെറിയ സിമ്മിൽ ചെറിയ ബർണറിൽ 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. തീ ഓഫ് ചെയ്യുക. ബിരിയാണി ചൂടോടുകൂടി സെർവ് ചെയ്യരുത്. സ്വല്പം സമയം കഴിഞ്ഞതിന് ശേഷം സെർവ് ചെയ്യുക. വളരെ രുചികരമായ ചിക്കൻ ബിരിയാണി റെഡി ആയിരിക്കുന്നു. എല്ലാവരും ഒന്നുണ്ടാക്കി നോക്കി അഭിപ്രായം കമൻ്റായി അറിയിക്കണേ. ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഷെയർ ചെയ്യുകയും ചെയ്യണം. താങ്ക് യു.